ഹായ് എവരിവൺ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗസ് ബിൽഡിംഗ് കോഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ എന്താണ് ഹൗസ് ബിൽഡിംഗിൽ ആർക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതിൽ വരുന്ന ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ്, ഏജ് ലിമിറ്റ് എന്തൊക്കെയാണ്, സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സോ ഈ പേജിനെ ഒന്ന് ഫോളോ ചെയ്യുക. സോ എന്താണ് ഹൗസ് ബിൽഡിംഗ് എന്നുള്ള കോഴ്സിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഫുള്ളി സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണുക. സോ ഹൗസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞ കോഴ്സ് എന്ന് പറയുന്നത് ജർമ്മൻ ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്ന ഒരു വൊക്കേഷണൽ ട്രെയിനിങ് കോഴ്സാണ്. സോ ഈ പ്രോഗ്രാമിൽ നമുക്ക് 300-ലധികം കോഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ ഫെമിലിയർ ആയിട്ടുള്ള കോഴ്സുകൾ ഏതാണെന്ന് ചോദിച്ചാൽ IT, ഹോട്ടൽ മാനേജ്മെൻറ്റ്, മെക്കട്രോണിക്സ്, നഴ്സിംഗ്, ലോജിസ്റ്റിക്സ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള 300-ലധികം പ്രോഗ്രാംസ് ആണ് ഈ പറഞ്ഞ ഹൗസ് ബിൽഡിംഗ് എന്നുള്ളൊരു കാറ്റഗറിയിൽ അവിടുത്തെ ഗവൺമെൻറ് നമുക്ക് വേണ്ടി സെർവ് ചെയ്യുന്നത്. സോ ഇതിലോട്ട് നമുക്ക് എത്താൻ വേണ്ടി നമുക്കുള്ള ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 വയസ്സ് നമുക്ക് മിനിമം പ്രായപൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ട അടുത്തൊരു ക്രൈറ്റീരിയ +2 നമുക്ക് ഏതൊരു വിഷയം ആയിക്കോട്ടെ മിനിമം ഒരു 60+ മാർക്കെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. പല യൂണിവേഴ്സിറ്റിയിലും 60% മാർക്ക് കുറവോടെ ചെയ്യുന്നുണ്ട്, ചില യൂണിവേഴ്സിറ്റിയിൽ 60%-ന് മുകളിലാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് 60% നമുക്കൊരു മാർക്കിൻ്റെ ക്രൈറ്റീരിയ നമ്മളിവിടെ ബെഞ്ച് മാർക്കായിട്ട് വെച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഉള്ള ക്രൈറ്റീരിയ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ള കാര്യമാണ്. സോ ജർമ്മൻ ലാംഗ്വേജിൽ പല കാറ്റഗറി ലെവൽസ് ഉണ്ട്. ബേസിക് ലെവൽസ് ഉണ്ട്, ഇൻ്റർമീഡിയറ്റ് ഉണ്ട്, അഡ്വാൻസ് ഉണ്ട്. സോ ബേസിക് എന്ന് പറയുമ്പോൾ A1 A2, ഇൻ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ B1 B2, അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ C1 C2. സോ നമ്മൾ മിനിമം അതിലൊരു 4 ലെവലെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ B2 ലെവൽ പ്രൊഫിഷ്യൻസി നമുക്ക് ഉണ്ടായിരിക്കണം. സോ അതാണ് നമുക്ക് വരുന്ന അടുത്തൊരു ക്രൈറ്റീരിയ. സോ 3 ക്രൈറ്റീരിയസ് ആണ് ഹൗസ് ബിൽഡിംഗ് കോഴ്സ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് വരുന്ന ഒരു കാര്യം. ഒന്നാമത്തെ ക്രൈറ്റീരിയ 18-നും 27 വയസ്സ് നമുക്ക് പ്രായം ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ക്രൈറ്റീരിയ +2-ൽ മിനിമം 60% മാർക്ക് ഏതൊരു സ്ട്രീം ആയാലും പ്രോബ്ലം നമുക്കില്ല. മൂന്നാമത്തെ ക്രൈറ്റീരിയ നമുക്ക് ജർമ്മൻ ലാംഗ്വേജിൽ മിനിമം B2 ലെവൽ പ്രൊഫിഷ്യൻസി നമുക്ക് ഉണ്ടായിരിക്കണം. ക്രൈറ്റീരിയസ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് അക്കാഡമിയാണ്. സോ അക്കാഡമിയെ പറ്റി പറയുമ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാടധികം അക്കാഡമി എന്തുണ്ട്, ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് അക്കാഡമികളുണ്ട്. സോ അതിൽ ഏറ്റവും ബെസ്റ്റ് അക്കാഡമി സെലക്ട് ചെയ്ത് അവിടുത്തെ കോച്ചിങ് നമുക്ക് കിട്ടുമ്പോഴാണ് പ്രോപ്പറായിട്ട് നമുക്ക് ഈ ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ലാംഗ്വേജ് പഠിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാടധികം ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. സോ അതിൽ ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് ലാൻഡ്സ്റ്റുഡ് എന്നാണ്. സോ ലാൻഡ്സ്റ്റുഡ് എന്ന് പറയുമ്പോൾ 2018 മുതൽ ആക്റ്റീവായിട്ട് ലാംഗ്വേജ് ട്രെയിനിൽ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടോടെയാണ്. സോ അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാം. സോ ലാംഗ്വേജിൻ്റെ ട്രെയിനിങ് എല്ലാം ഫിനിഷ് ചെയ്താൽ പിന്നെ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എക്സാമിനേഷനാണ്. ജർമ്മൻ്റെ B2 ലെവൽ പ്രൊഫഷൻസിക്ക് വേണ്ടിയുള്ള എക്സാമിനേഷൻ്റെ പേര് ഗോയിത്തെ എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ നേരത്തെ പറയുന്നത് പോലെ തന്നെ 4 മൊഡ്യൂൾ ഉണ്ടാവും. റീഡിംഗ് ഉണ്ടാവും, ലിസണിംഗ് ഉണ്ടാവും, റൈറ്റിംഗ് ഉണ്ടാവും, സ്പീക്കിംഗ് ഉണ്ടാവും. സോ ഇതിലെല്ലാം നമ്മൾ അച്ചീവ് ആകുമ്പോഴാണ് നമുക്ക് ഗോയിത്തയുടെ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അങ്ങനെ സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് പ്രോസസ്സിംഗ് പീരീഡിന് വേണ്ടി മാത്രമാണ്. ആ ഒരു പ്രോസസ്സിംഗ് പീരീഡ് അറൗണ്ട് വരുന്ന ഒരു 3 to 4 months ആണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ ജർമ്മനിയിൽ നമുക്ക് ഹൗസ് ബിൽഡിംഗ് കോഴ്സ് നമുക്ക് പഠിക്കാൻ സാധിക്കും. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റാണ് നമ്മളിങ്ങനെ സംസാരിക്കാൻ പോകുന്നത്. സോ ഒന്നാമത്തെ മേജർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂഷൻ ഫീ ഇല്ലാതെ നമുക്ക് 3 വർഷവും ഈ ഒരു വൊക്കേഷണൽ ട്രെയിനിങ് കോഴ്സുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാം. രണ്ടാമത് വരുന്നൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, സ്റ്റൈപ്പൻഡോടുകൂടി നമുക്കിവിടെ പഠിക്കാൻ സാധിക്കും. മാസം 1 ലക്ഷം രൂപയാണ് നമുക്ക് സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന മറ്റൊരു കാര്യം പ്ലേസ്മെൻ്റ് ആണ്. പഠിച്ചിട്ട് അവിടെ തന്നെ നമുക്ക് 100% ആയിട്ട് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന ഒരുപാടധികം യൂണിവേഴ്സിറ്റിയിൽ നമുക്കുന്നുണ്ട്. സോ സ്റ്റാർട്ടിങ് 2,50,000 മുതലായിരിക്കും സാലറി തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഒരു കരിയർ ഗ്രോത്തിന് പറ്റിയ ഒരു കോഴ്സ് തന്നെയാണ് എപ്പോഴും നമ്മൾ ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി പറയുമ്പോൾ തന്നെ. സോ പഠിച്ചിറങ്ങുന്ന ടൈമിൽ ഓൾമോസ്റ്റ് 3 വർഷം പീരീഡ് കഴിയുമ്പോൾ 40 ലക്ഷം വരെ നമുക്കതിനകത്ത് ഏൺ ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ ഹൗസ് ബിൽഡിംഗ് എന്നുള്ള കോഴ്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം. സോ ഡീറ്റെയിൽസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. സോ ഇനി ഇതുപോലെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.